ഹായ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് ലേണിങ്ങിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചത് ഒരു വ്യക്തി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിയെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടത്. ചിലപ്പോൾ അവർ മലയാളികളായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ വിദേശീയരായിരിക്കാം, ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കും, ചിലപ്പോൾ മലയാളികൾ തന്നെയായിരിക്കാം. നമുക്ക് ഇംഗ്ലീഷിൽ അവരുടെ അടുത്ത് സംസാരിക്കണം. കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നാണ് നമ്മളിന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്നൊരു കോൺവെർസേഷൻ ടൈപ്പിലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത് പഠിച്ചെടുക്കാനായിട്ട്. ഓക്കെ, പതിവ് പോലെ ഞാൻ പറയുകയാണ്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഒപ്പം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാനായിട്ടും കൂടി തുടങ്ങണം. ഓക്കെ, കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. നമുക്ക് തുടങ്ങാം. നമ്മളപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാണ്. നമ്മളൊരു വ്യക്തിയെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിനെ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. ആ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഒക്കെ നമ്മൾ ആദ്യം അവരെ വിഷ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ പറയാ? ഹായ്, ഹലോ എന്നൊക്കെ നമ്മൾ പറയും, ഇല്ലേ? അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ അവിടെ ഒരാളെ നമ്മളൊന്ന് സങ്കല്പിക്കുകയാണ്. നമ്മൾ രാജു എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. രാജു ആണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിൻഡോയും രാജു ആണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയാണ് ഹായ് രാജു, ഹലോ രാജു എന്ന് പറയും. സ്വാഭാവികമായിട്ടും രാജുവും പറയുന്നത് ഹായ് ലിൻറ്റോ, ഹലോ ലിൻറ്റോ എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കും, എന്താണ്? ഹൗ ആർ യു രാജു, ഹൗ ആർ യു രാജു എന്ന് ചോദിക്കും, ഇല്ലേ? നിനക്ക് എന്തൊക്കെയുണ്ട് രാജു, സുഖമാണോ നിനക്ക്? കാരണം നമുക്ക് രാജുവിനെ കുറിച്ച് എല്ലാം അറിയാം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു വ്യക്തി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹൗ ആർ യു ചോദിക്കില്ല. ഇത് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അദ്ദേഹത്തെ കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്? ഹൗ ആർ യു രാജു എന്ന് ചോദിക്കുകയാണ്. ഹൗ ആർ യു? രാജു പറയാണ് ഐ എം ഗുഡ്, താങ്ക് യു. ആൻഡ് ഹൗ ആർ യു ലിൻറ്റോ എന്ന് ചോദിക്കുകയാണ്. രാജു വളരെ മാന്യനാണ്. അതുകൊണ്ട് രാജു എന്ത് ചെയ്തു? എന്നൊരു പ്രോപ്പർ ഒരു ആൻസർ തന്നു. ഐ എം ഗുഡ് എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം താങ്ക് യു പറഞ്ഞു. ഞാൻ അങ്ങനെ ചോദിക്കാൻ മനസ്സ് കാണിച്ചതിന് അദ്ദേഹം ഒരു നന്ദി പറഞ്ഞു. അതിനുശേഷം വീണ്ടും എന്നോടും അദ്ദേഹം സുഖമാണോ എന്ന് ചോദിച്ചു. എങ്ങനെ? ഐ എം ഫൈൻ, താങ്ക് യു. ആൻഡ് യു? അല്ലെങ്കിൽ ഐ എം ഫൈൻ, താങ്ക് യു. ആൻഡ് ഹൗ ആർ യു എന്ന് എന്നോട് ചോദിക്കുകയാണ്. അപ്പം ഞാനും പറയാണ് ഐ എം ഓൾ റൈറ്റ്, ഐ എം ഓൾ റൈറ്റ് രാജു, ഐ എം ഓൾ റൈറ്റ്. ഓക്കെ, സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഐ എം ഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലേ? ഐ എം ഫൈൻ, താങ്ക് യു ആൻഡ് ഹൗ ആർ യു എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ. ഈ ഐ എം ഫൈൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മാത്രം ഉപയോഗിക്കണമെന്നില്ല. ഇൻസ്റ്റെഡ് നമുക്ക് ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഐ എം ഗുഡ് എന്ന് പറയാം, ഐ എം ഓൾ റൈറ്റ് എന്ന് പറയാം, ഐ എം എക്സലന്റ് എന്ന് പറയാം, ഐ എം സൂപ്പർബ് എന്ന് പറയാം, ഐ എം ഹാപ്പി എന്ന് പറയാം, ഐ എം ഓക്കെ എന്ന് പറയാം. നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ നമുക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓൾ റൈറ്റ്. ഇപ്പം ഞാൻ തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ഐ എം എക്സലന്റ് ടു. ഓക്കെ, ഐ എം എക്സലന്റ് ടു. അത് കഴിയുമ്പോൾ നമ്മൾ പറയും നൈസ് ടു സീ യു അഗൈൻ മാൻ, നൈസ് ടു സീ യു അഗൈൻ. നിന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, നിന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് നമ്മൾ പറയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, രാജ്യം പറയാണ് യു ടു ലിൻറ്റോ, യു ടു, എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, നമ്മൾ എന്താ വാക്ക് ഉപയോഗിച്ചത്? നൈസ് ടു സീ യു അഗൈൻ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നൈസ് ടു മീറ്റ് യു, നൈസ് ടു സീ യു എന്നാണ്. ഇത് വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? നൈസ് ടു സീ യു അഗൈൻ. ഓക്കെ, നൈസ് ടു സീ യു അഗൈൻ. ഓക്കെ, ഇതിനുശേഷം നമ്മൾ അവരുടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഫാമിലിയെ കുറിച്ച് ചോദിക്കും, ജോബിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഗോസ് യുവർ ജോബ്? ഓക്കെ, ഹൗ ഗോസ് യുവർ ജോബ്? ഓക്കെ, ഓർ ഹൗ ഈസ് യുവർ ബിസിനസ്? ഹൗ ഈസ് യുവർ ബിസിനസ് രാജു? അല്ലെങ്കിൽ ഹൗ ഗോസ് യുവർ ജോബ് രാജു? അപ്പോൾ തിരിച്ച് രാജു അതിന് മറുപടി പറയാണ് ഇറ്റ്സ് ഓൾ ഗോയിങ് വെൽ, ഇറ്റ്സ് ഓൾ ഗോയിങ് വെൽ. ഓക്കെ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, കൊറോണയൊന്നും കാര്യമായിട്ട് രാജുവിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് സാരം. അത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ ചോദിക്കും, അല്ലേ? ചില ആളുകൾ സ്പെസിഫൈ ചെയ്ത് ഓരോരുത്തരും എടുത്തെടുത്തൊക്കെ ചോദിക്കും. ഓക്കെ, ഇപ്പോൾ രാജുവിൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് എന്തോ ഒരു ചെറിയ അസുഖം ഉണ്ടെന്ന് നമുക്കറിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ മദർ, ഹൗ ഈസ് യുവർ മദർ, ഈസ് ഷി വെൽ? ഓക്കെ, എന്താണ്, എങ്ങനെയുണ്ട് നിന്റെ അമ്മ, പുള്ളിക്കാരത്തി സുഖമാണോ? അപ്പോൾ നമുക്ക് എന്തോ അറിയാം രാജുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. രാജു സ്വാഭാവികമായിട്ടും മറുപടി പറയും ഷീ ഈസ് കീപ്പിംഗ് ഫൈൻ. ഓക്കെ, ഷീ ഈസ് കീപ്പിംഗ് ഫൈൻ, ഷീ ഈസ് വെൽ, ഷീ ഈസ് വെൽ. പുള്ളിക്കാരത്തിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കണം അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പറ്റി ചോദിക്കണം. നമുക്കറിയാം നല്ലൊരു ക്യൂട്ട് വാവയുണ്ട് രാജുവിൻ്റെ വീട്ടിൽ. നമുക്ക് ചോദിക്കാം ഹൗ ഈസ് യുവർ കിഡ്, ഹൗ ഈസ് യുവർ കിഡ്? ഇപ്പോൾ രാജു പറയും ഹി ഈസ് ക്രേസി മാൻ, ഈസ് മേക്കിംഗ് സോ മച്ച് ഫൺ. ഭയങ്കര രസമാണ്, ഒത്തിരി ഫണ്ണൊക്കെ ഉണ്ടാക്കി വീട്ടിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഫുൾ ഫാമിലിയെ പറ്റിയിട്ടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാം ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം? ഓക്കെ, ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം? വീട്ടിലെല്ലാവർക്കും എങ്ങനെയുണ്ട്, എങ്ങനെ ചോദിക്കാം? ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം? ഓക്കെ, അപ്പോൾ രാജു പറയാണ്
all are keeping well. Okay, all are keeping well. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിക്കാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയല്ലേ നമ്മൾ നോർമലി ചോദിക്കുകയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരുടെ അദ്ദേഹത്തോട് നമ്മളൊന്ന് കോൺവെർസേഷൻ നമ്മളൊന്ന് ക്ലോസ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഞാൻ ആദ്യത്തെ സെഷനിൽ ഒരു വ്യക്തി ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെ കോൺവെർസേഷൻ അവസാനിപ്പിക്കേണ്ടത് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. നമ്മൾ ഇങ്ങനെയായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു രാജു. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു രാജു. അതിനോട് സംസാരിച്ചത് വളരെ രസകരമായിരുന്നു, വളരെ നല്ലതായിരുന്നു എന്ന് നമ്മളൊന്ന് പറയാണ്. അപ്പോൾ രാജു പറയണം, താങ്ക് യു വെരി മച്ച് ലിൻറ്റോ, വിൽ മീറ്റ് അഗൈൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ലിൻറ്റോ, വിൽ മീറ്റ് അഗൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഈ കോൺവെർസേഷൻ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഞാനൊന്ന് എഴുതി കാണിച്ചേക്കാം. അപ്പം നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാനും ഒപ്പം എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് കൂടെ ഫോളോ ചെയ്തു. നമ്മൾ രാജുവിന് ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് വിഷ് ചെയ്യാണ്. വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹായ് രാജു, അല്ലെങ്കിൽ നമ്മൾ പറയാണ് ഹലോ രാജു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജു റിപ്ലൈ തരും. എങ്ങനെയാണ്? ഹായ് ലിൻറ്റോ, അല്ലെങ്കിൽ പറയാണ് ഹലോ ലിൻറ്റോ. പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ ചോദ്യം ചോദിക്കും. നമ്മൾ ചോദിക്കും നിനക്ക് എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഹൗ ആർ യു രാജു, ഹൗ ആർ യു? ഇപ്പോൾ രാജു പറയാണ് ഐ എം എക്സലൻറ്റ്, താങ്ക് യു, ആൻഡ് ഹൗ ആർ യു? അല്ലെങ്കിൽ രാജു പറയാണ് ഐ എം എക്സലൻറ്റ്, താങ്ക് യു, ആൻഡ് യു? ഓക്കെ, രാജു വളരെ മാന്യനാണ്. രാജു പറയാണ് ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, ചോദിച്ചതിന് ഒത്തിരി നന്ദി, നിനക്ക് എങ്ങനെയുണ്ട് ലിൻറ്റോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ പറയാണ് ഐ എം എക്സലൻറ്റ് ടു രാജു, ഐ എം എക്സലൻറ്റ് ടു. ഓക്കെ, അത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പറയാണ് നൈസ് ടു മീറ്റ് യു അഗൈൻ രാജു, നൈസ് ടു മീറ്റ് യു അഗൈൻ രാജു. രാജുവിനെ വീണ്ടും കണ്ടതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ രാജു പറയാണ് യു ടു ലിൻറ്റോ, യു ടു. അതിനുശേഷം നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ ജോബ്? ഓക്കെ, ഹൗ ഈസ് യുവർ ജോബ്? അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ ബിസിനസ്, ഹൗ ഗോസ് യുവർ ജോബ്? ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അതിൻ്റെ ജോലിയൊക്കെ? അപ്പോൾ രാജു പറയാണ് ഇറ്റ്സ് ഓൾ ഗോയിങ് വെൽ, ഇറ്റ്സ് ഓൾ ഗോയിങ് വെൽ, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ചോദിക്കണം രാജുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു ചെറിയ അസുഖമുള്ളതായിട്ട് നമുക്കൊരു അറിവുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ മദർ, ഇസ് ഷി വെൽ? ഓക്കെ, അപ്പോൾ രാജു പറയാണ് ഷീ ഈസ് കീപ്പിംഗ് ഫൈൻ, ഷീ ഈസ് കീപ്പിംഗ് ഫൈൻ, ഷീ ഈസ് വെൽ എന്ന് മറുപടി പറയാണ്. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഈസ് യുവർ കിഡ്? ഓക്കെ, ഹൗ ഈസ് യുവർ കിഡ്? നിൻ്റെ കുട്ടി എങ്ങനെയുണ്ട്? അപ്പോൾ അവൻ പറയാണ് ഹി ഈസ് റിയലി ക്രേസി, ഈസ് മേക്കിംഗ് സോ മച്ച് ഫൺ എന്ന് പറയുകയാണ്. ഓൾറൈറ്റ്, ഇതൊന്നുമല്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം? ഓക്കെ, ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം? അപ്പോൾ രാജു പറയുകയാണ് എവ്രി വൺ ഈസ് കീപ്പിംഗ് ഫൈൻ, എവ്രി വൺ ഈസ് കീപ്പിംഗ് ഫൈൻ. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ കോൺവെർസേഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പറയാണ് ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു രാജു, നിന്നോട് വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ രാജു പറയാണ് താങ്ക് യു വെരി മച്ച് ലിൻറ്റോ, വിൽ മീറ്റ് അഗൈൻ. ഓക്കെ, ഒത്തിരി നന്ദി ലിൻറ്റോ, നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഇത് നിങ്ങൾ ഡെഫിനറ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഇത്തരം കോൺവെർസേഷൻസുകൾ നിങ്ങൾ വീട്ടിലൊക്കെ കുട്ടികളായിട്ട്, ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, വീട്ടിലുള്ളവരൊക്കെ ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവരെയും കൂടി ഈ വീഡിയോ കാണിച്ച് പരസ്പരം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങളൊന്ന് ഇതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു വ്യക്തിയെ വീണ്ടും കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരോട് സംസാരിക്കുമെന്ന് നിങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നേക്കരുത്. ഒപ്പം നിങ്ങളുടെ ഡിയർ ആൻഡ് നിയർ വൺസിന് ഷെയർ ചെയ്യാനും കൂടെ ഓർത്തേക്കണം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.